നമസ്കാരം. കേന്ദ്രത്തിലെ BJP മന്ത്രിസഭയിൽ ഒരു മുസ്ലിം മന്ത്രി പോലും ഇല്ലല്ലോ എന്നൊക്കെ ചിലർ ഇടയ്ക്ക് ചോദിക്കുന്നത് കേട്ടിരുന്നു. നമ്മുടെ ചില മാധ്യമങ്ങൾ ചർച്ച വരെ ചെയ്തതാണ്. അതിനുള്ള ഉത്തരം നിങ്ങൾ ഇനി ഈ കാണാൻ പോകുന്ന വീഡിയോയിലുണ്ട്. അത് ആദ്യം ഒന്ന് കണ്ടു നോക്കുക. പള്ളിനെ ബാധിക്കുന്നതല്ല. അല്ല ഇന്ത്യയുടെ ഈ പള്ളിനെ ഉപയോഗിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. രാഷ്ട്രീയമാണ്, അത് ശരിയാണ്. അത് BJP-നെ ഉപയോഗിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ പള്ളികൾ. അതാ പറഞ്ഞത്. ഇന്ത്യയുടെ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞു. അല്ല മുസ്ലിം പള്ളിയല്ല, അപ്പൊ അതിന് ഉപയോഗിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. ഞങ്ങൾ കാണുന്നുണ്ട് അങ്ങനെ കേട്ടോ. ഞങ്ങൾക്കുണ്ട്. നിങ്ങൾ ഈ പള്ളി ബാബരി മസ്ജിദ് പൊളിച്ചതിന്റെ തലേന്ന് നിങ്ങൾ ഈ നോട്ടീസ് കൊടുക്കണം. നിങ്ങൾ അത് ഓർക്കണം കേട്ടോ. നാളെ ബാബരി മസ്ജിദ് പൊളിച്ചതിന് തന്നെ കേട്ടോ. വീടുകളിൽ കൊണ്ട് കൊടുത്ത ഇവിടെ ഈ പള്ളിനെ വയ്ച്ചു കൊടുക്കാൻ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് ഒരു തീവ്ര സുഡാപ്പി സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചൊരു വീഡിയോ ആണ്. ഇത് ഇത്രയല്ല, ഒരു 4 മിനിറ്റോളം ഉണ്ട്. അയാളെ ആ പള്ളിയുടെ മുന്നിൽ പോലും ഇത് കൊടുക്കാൻ സമ്മതിച്ചില്ല. പള്ളിയുടെ മുന്നിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡാണ്. അവിടുന്ന് ആദ്യം പറയുന്നുണ്ട് വീടുകളിലൊക്കെ കൊടുത്തോ, ഇതിൻ്റെ മുന്നിൽ വേണ്ടാന്ന് പറയുന്നു. അദ്ദേഹം അത് കേട്ടുകൊണ്ട് വീടുകളിൽ കൊടുക്കാൻ പോകുമ്പോൾ പിന്നാലെ വന്ന് അവിടെയും കൊടുക്കാൻ സമ്മതിക്കുന്നില്ല. കാരണമായിട്ട് പറയുന്നത് NDA BJP-യുടെ ആണ് എന്നാണ്. അദ്ദേഹം വളരെ മര്യാദയ്ക്ക് പറയുന്നുണ്ട്, തെരഞ്ഞെടുപ്പ് കാലമല്ലേ, എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഇത് NDA-യുടെ അല്ലേ, ഇത് BJP അല്ലേ, ഇതിവിടെ കൊടുക്കണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ വേർതിരിവില്ല എന്ന് പറയുമ്പോൾ അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഞങ്ങൾക്ക് അങ്ങനെ വേർതിരിവില്ല എന്ന് പറയുമ്പോൾ ഈ സുഡാപ്പി പറയുന്നുണ്ട് ഞങ്ങൾക്ക് അങ്ങനെ വേർതിരിവുണ്ടെന്ന്. ഇവന്മാരെ പോലെ ഭൂലോക മണ്ടന്മാരും പോഴന്മാരും വേറെ ഉണ്ടോ എന്ന് നോക്കുക. അവർ സ്വയം പാർശ്വവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ സ്വയം, മറ്റാരുമല്ല, സ്വയം തന്നെ. ഇവന്മാർ മുഖ്യധാരയിലേക്ക് വന്നാൽ അവർക്ക് കൊള്ളാം, അല്ലാതെ BJP-ക്ക് എന്ത് നേട്ടമാണുള്ളത്? BJP മന്ത്രിസഭയിൽ മുസ്ലിം മന്ത്രിമാരുണ്ടോ ഇല്ലയോ എന്നുള്ള സംശയം ഇപ്പോൾ മാറിക്കിട്ടിയില്ലേ? എങ്ങനെ ഉണ്ടാവും? ഇതല്ലേ കളി. ഇനി അതെല്ലാം പോട്ടെ, ഈ പള്ളി നിൽക്കുന്നത് ഇന്ത്യയിലല്ലേ, പള്ളിക്കകത്തല്ലല്ലോ ഈ അയാൾ നോട്ടീസും കൊണ്ടുപോയത്. അയാൾ ഒറ്റയ്ക്കുള്ളെന്ന് നോക്കുക, ഒരു മനുഷ്യൻ ഒറ്റയ്ക്കുള്ളു. അയാൾ വളരെ മര്യാദയ്ക്കാണ്, രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു അണിയെ ആണ് അയാൾ. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം അതാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാ മനുഷ്യരെയും കണ്ട് ഈ നോട്ടീസ് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ചെയ്തത്, അല്ലാതെ അവിടെ അക്രമ സംഭവമൊന്നും അല്ല നടക്കുന്നത്. അത് അയാൾക്ക് വോട്ട് കൊടുക്കുന്നില്ലേ വേണ്ടെന്നേ. ഒരു മനുഷ്യൻ എന്ന നിലയിൽ, ഒരു സഹജീവി എന്ന നിലയിൽ ആ നോട്ടീസ് മേടിച്ച് വെക്കാമല്ലോ. പകരം അവൻ പറയുന്നത് എന്താ, നാളെ ബാബറി മസ്ജിദ് ദിനമാണ്, അതിൻ്റെ തലേന്ന് തന്നെ നിങ്ങൾക്ക് എങ്ങനെ കൊടുക്കാൻ തോന്നിയെന്ന്. ഈ ബാബറി മസ്ജിദ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആരെയെങ്കിലും കണ്ടാൽ നിങ്ങൾ അവനെ മനുഷ്യൻ്റെ കൂട്ടത്തിൽ പോലും കൂട്ടരുത്. എന്തുകൊണ്ടാണ് ഞാനത് പറയുന്നത് എന്ന് ഞാൻ വളരെ വ്യക്തമാക്കി തരാം. ബാബറി മസ്ജിദ്, ബാബർ പണിത ഒരു കെട്ടിടം, അതിനൊരു മസ്ജിദ് എന്ന് പോലും പറയാൻ പറ്റത്തില്ല. മുസ്ലിങ്ങൾ ആരാധനാലയമായിട്ട് കാണുന്ന എല്ലാം ഒരു കെട്ടിടം തന്നെയാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് വിഗ്രഹമില്ല, മറ്റെന്തെങ്കിലും ഒരു സംഗതി അവിടെ വെച്ചിട്ടില്ല. അവരെ സംബന്ധിച്ച് ഒത്തുകൂടി പ്രാർത്ഥിക്കാനുള്ള ഒരു സ്ഥലം, അതിനപ്പുറം ഒരു വിശുദ്ധിയും അതിനില്ല. ഒരു ഹിന്ദുവിൻ്റെ ഒരു ക്ഷേത്രം പോലെയോ, ഒരു ക്രിസ്ത്യാനിയുടെ ഒരു പള്ളി പോലെയോ, അല്ലെങ്കിൽ ഒരു ജൂതൻ്റെ സിനഗോഗ് പോലെയോ ഒന്നും ഒരു പവിത്രത കൽപ്പിക്കുന്ന ഒരു സ്ഥലമല്ല. അത് അവർക്കും അറിയാം, അവർ സമ്മതിക്കുന്നതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കെട്ടിടം എന്തിനാ, എല്ലാവർക്കും കൂടി നിസ്കരിക്കാനുള്ള സംഭവം. അപ്പോൾ ഈ ബാബർ എന്ന് പറഞ്ഞ ഈ അധിനിവേശക്കാരൻ, ഈ കയ്യേറ്റക്കാരൻ ഇവിടേക്ക് കടന്നു കയറി ഇവിടുത്തെ ആളുകളുടെ വസ്തുവകകൾ കവരുന്ന സമയത്ത് അവർ പവിത്രമായി കണ്ടിരുന്ന ശ്രീരാമൻ ജനിച്ചു എന്ന് വിശ്വസിക്കുന്ന ആ സ്ഥലത്തെ ക്ഷേത്രം തകർത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു കെട്ടിടം പണിതു വെച്ചു. അതിനുശേഷം ബാബറിൻ്റെ ആ കാലഘട്ടമൊക്കെ പോയി, അയാളുടെ സന്തതി പരമ്പരകളൊക്കെ പോയി. കുറേ കാലം നമ്മൾ ഇവിടെ വിദേശ ആധിപത്യത്തിന് കീഴിലായിരുന്നു, നൂറ്റാണ്ടുകളോളം. അതിനുശേഷം 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. ശരി, പോട്ടെ, അക്കാലം അത്രയും എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ. ഈ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം കുറേ പേര് പാകിസ്ഥാനിലേക്ക് പോയി, കുറേ മുസ്ലിങ്ങൾ. ബാക്കി വന്ന കുറച്ച് ആളുകളുണ്ട്, ബഹുഭൂരിപക്ഷം ഹൈന്ദവർ. ആ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമെങ്കിലും ഇവിടെയുള്ള ബാക്കിയുള്ള മുസ്ലിങ്ങൾക്ക് തോന്നിയോ ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവരുടെ ഒരു വികാരമാണ്, അവർ വളരെ പവിത്രമായിട്ട് കാണുന്ന, അല്ലെങ്കിൽ അവരുടെ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്ന ഒരു സ്ഥലമാണ്, അതങ്ങ് വിട്ടുകൊടുത്തേക്കാം എന്ന് ഏതെങ്കിലും ഒരുത്തിന് തോന്നിയോ? 1% ഇവരുടെ ഉള്ളിൽ മതേതരം ഉണ്ടായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഒരു അന്യമത സഹവർത്തിത്വം ഉണ്ടായിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു ചിന്തയല്ലേ വരേണ്ടത്? ലോകത്ത് കടന്നു കയറാവുന്ന ഇടത്തെല്ലാം കടന്നു കയറി മറ്റുള്ള ആരാധനാലയങ്ങളും മറ്റുമൊക്കെ തകർത്ത് അവരുടെ പണിത് വെച്ച ഒരു ശീലമേ അവർക്കുള്ളൂ. ഒന്നും വിട്ടുകൊടുത്ത ശീലം അവർക്കില്ല. അങ്ങനെയൊന്നും ചിന്തിക്കത്ത് പോലുമില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇപ്പോഴും ബാബറി മസ്ജിദ് എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ അവനെ ഒന്നും മനുഷ്യൻ്റെ കൂട്ടത്തിൽ പോലും കൂട്ടരുത്. കാര്യം അവൻ്റെ ഒന്നും ഉള്ളിൽ 1% പോലും മനുഷ്യത്വമില്ല, സഹവർത്തിത്വമില്ല, വിട്ടുകൊടുക്കൽ മനോഭാവമൊന്നുമില്ല. ഇത് വിട്ടുകൊടുക്കാനായിട്ട് ഇത് അവരുടെ ആയിരുന്നില്ലല്ലോ, അവരുടെ പിൻതലമുറയ്ക്ക് തോന്നണ്ടേ?
തങ്ങളുടെ മുൻഗാമികൾ ഒരു തെറ്റ് ചെയ്തു, ആ തെറ്റ് നമുക്ക് തിരുത്താം എന്ന് അവർക്ക് തോന്നിയോ? ഇല്ല. ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ഡിസംബർ 6 ബാബറി മസ്ജിദ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ബാബറി മസ്ജിദ് എന്ന് പറഞ്ഞു നടക്കുന്നവരെ കാണുമ്പോൾ അറപ്പാണിപ്പോൾ. അത് എല്ലാവരും അങ്ങനെ നടക്കുന്നില്ല എൻ്റെ അറിവിൽ. പക്ഷേ ഇതും കൊണ്ട് നടക്കുന്നവനെ കാണുമ്പോൾ അറപ്പാണ്. ഇവരെയൊന്നും മനുഷ്യൻ്റെ കൂട്ടത്തിൽ പോലും കൂട്ടാൻ പറ്റില്ല. ഇപ്പം ഞാൻ ഈ കാണിച്ച സുഡാപ്പി പോപ്പുലർ ഫണ്ടുകാരനാണ്. ഇപ്പോൾ പോപ്പുലർ ഫണ്ട് നിരോധിച്ചു. അവൻ്റെ പ്രൊഫൈൽ കുറേ അങ്ങോട്ട് തപ്പി നോക്കുമ്പം അവൻ പോപ്പുലർ ഫണ്ടുകാരനാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവൻ്റെ സംസാരം കേൾക്കുമ്പോൾ തന്നെ അറിയാം. ഒരു കാര്യം ആലോചിച്ച് നോക്കുക, ഇതിപ്പോൾ കേരളത്തിൽ നടന്നതാണ്. ഇവനൊക്കെ പറ്റിയ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആസാമിലെ ഹിമന്ത വിശ്വ ശർമ്മയും ഉത്തർപ്രദേശിലെ യോഗിയൊക്കെയാണ് ഇവനൊക്കെ പറ്റിയ മരുന്ന് കൊടുക്കാൻ പറ്റിയ ആളുകൾ. ഒന്ന് ഓർത്തു നോക്കണം. പള്ളിക്ക് പുറത്താണ്, അയാൾ അത് കൊടുത്തിട്ട് പൊക്കോട്ടെ. വോട്ട് ചെയ്യണോ വേണ്ടയോ എന്ന് ഞങ്ങളല്ലേ തീരുമാനിക്കുന്നത്. അവിടെ തീർന്നു കേസ്. അതിന് പകരം അയാളെ വിരട്ടി അയാളെ അവിടുന്ന് പോയിട്ട് വീടുകൾ തോറും അയാൾ ഈ നോട്ടീസ് കൊടുക്കാൻ പോകുമ്പോൾ പിന്നാലെ പോയിട്ട് അവിടുന്ന് ഓടിച്ചു വിടുന്നുണ്ട് ആ മനുഷ്യനെ. ഇവൻ്റെയൊക്കെ അഭ്യാസം ഇവർക്കൊക്കെ സ്വാധീനമുള്ള പോക്കറ്റുകളിൽ മാത്രമാണ്. അല്ലാത്തയിടത്ത് അയ്യോ ഞങ്ങൾ ഭയങ്കര മതേതരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കും. അവർക്കൊരു 10 പേര് കൂടി കഴിയുമ്പോൾ അവൻ്റെയൊക്കെ തനി ഗുണം കാണിക്കും. ഇത് തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ ഈ ഇന്ത്യയിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് അവർ സ്വയം ചെയ്യുന്നതാണ്, ആരും ചെയ്യുന്നതല്ല. അവർ സ്വയം ചെയ്യുന്നതാണ്. ഈ വീഡിയോ കാണുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ആ മനുഷ്യൻ പറയുന്നു ഞങ്ങൾക്ക് വേർതിരിവില്ല, ഞങ്ങൾ വന്നാന്ന് പറയുമ്പോൾ ആ ചുടാപ്പി പറയുന്നത് ഞങ്ങൾക്ക് വേർതിരിവുണ്ട് എന്ന് പറയുന്നത്. അയാൾ നാളെ ബാബറി മസ്ജിദ് ദിനമാണ് എന്ന് ഓർത്തിട്ടൊന്നുമല്ല അയാൾ ഈ നോട്ടീസ് കൊണ്ട് കൊടുക്കാൻ പോകുന്നത്. അവൻ അവിടെ പറയുന്നു നാളെ ബാബറി മസ്ജിദ് ദിനമായിട്ട് തലേ ദിവസം തന്നെ കൊണ്ടുതരാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി NDA BJP. അവിടെ മറ്റാരും ഇത് ചെയ്യുന്നില്ല എന്ന് ഇവൻ പറയുന്നുണ്ട് ഇടയ്ക്ക്. ആ വീഡിയോ ആ ഒരു സംസാരം ഇതിലില്ലായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4 മിനിറ്റോളം ഉണ്ട്. പക്ഷേ ആ മതിലിൽ നമുക്ക് കാണാം, അങ്ങോട്ടുള്ള ആ റോഡിൻ്റെ സൈഡിലുള്ള മതിലുകളിലെല്ലാം മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പോസ്റ്ററും മറ്റുമൊക്കെ വെച്ചിട്ടുണ്ട്. ഈ SDP-യുടെയും മറ്റുമൊക്കെ. അവിടെ അവർ BJPക്ക് വേണ്ടിയേക്ക് മാത്രമാണ് അയിത്തം കൽപ്പിച്ചിരിക്കുന്നത്. എന്നിട്ട് മാറിയിരുന്ന് ചോദിക്കുകയാണ് മോദി മന്ത്രിസഭയിൽ ഒരു മുസ്ലിം മന്ത്രി ഇല്ലാത്ത എന്താണെന്ന്. എടാ നിൻ്റെയൊക്കെ കയ്യിരിപ്പ് കൊണ്ടാണ് ഇല്ലാത്തത്. നിങ്ങൾ പ്രവർത്തിക്കാൻ പോവോ? ഇല്ല. വോട്ട് ചെയ്യുന്നവരുണ്ടായിരിക്കും തീർച്ചയായിട്ടും. കാരണം മുത്തലാഖ് നിരോധിച്ചപ്പോൾ തന്നെ ഒരുപാട് സ്ത്രീകൾ BJPക്ക് വോട്ട് ചെയ്യുന്നുണ്ട്. ആ ക്ഷേമ പദ്ധതികളും ജാതി മതവും നോക്കിയിട്ടൊന്നുമല്ല നരേന്ദ്രമോദി കൊടുക്കുന്നത്. ആ മനുഷ്യൻ ഇപ്പോഴും സബ്കാ സാധ് സബ്കാ വികാസ് എന്ന് പറഞ്ഞ് നടക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ സ്വാഭാവികമായിട്ടും കിട്ടുന്ന കുറേ വോട്ടുകളുണ്ട്. പക്ഷേ നിന്നെപ്പോലെയുള്ള കുഴിത്തിരിമ്പുകൾ അങ്ങോട്ട് വന്നാലും ഞങ്ങൾക്ക് വേർതിരിവുണ്ട് എന്ന് പറഞ്ഞിട്ട് ഓടിച്ചു വിടുകയാണ്. എന്നിട്ട് മാറി ഇന്ന് കരയുകയാണ്. അയ്യോ മോദിയുടെ മന്ത്രിസഭയിൽ മുസ്ലിം ഇല്ല. എങ്ങനെ ഉണ്ടാവും? ഇറങ്ങി പ്രവർത്തിക്കണം. പ്രവർത്തിച്ചില്ലെങ്കിൽ സാരമില്ല, അങ്ങോട്ട് വരുന്നവനെ ഓടിച്ചു വിടരുത്. ഞാൻ നേരത്തെ ചോദിച്ചത് ഒരിക്കൽ കൂടെ ചോദിക്കുന്നു, ഇന്ത്യയിൽ തന്നെയല്ലേ ഈ പള്ളി ഈ മോസ്ക് നിൽക്കുന്നത്? അല്ലാതെ നിൻ്റെയൊന്നും പാകിസ്ഥാനിലല്ലോ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ പുറത്ത് ഒരു നോട്ടീസ് കൊടുക്കരുതെന്ന് പറയാനായിട്ട് ഇതൊക്കെ നിൻ്റെയൊക്കെ ബാപ്പാമാരുണ്ടാക്കിയതാണോ ഈ രാജ്യം? അല്ലല്ലോ. ഇതൊന്നും നമ്മൾ പറയില്ലായിരുന്നു ഇങ്ങനെയൊന്നും. പക്ഷേ നിൻ്റെയൊക്കെ പ്രവൃത്തി കാണുമ്പം നിഷ്പക്ഷനായിട്ടിരിക്കുന്ന ആളുകൾക്ക് പോലും ഇതുപോലെ ചോദിക്കാൻ തോന്നും. അപ്പോൾ വലിയ കാര്യത്തെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു സംഖ്യയെ ഞങ്ങൾ ഓടിച്ചു എന്ന തരത്തിലാണ് വെച്ചിരിക്കുന്നത്. 4 പേരുടെ തിണ്ണമെടുക്കുകൊണ്ട് 4 പേരുടെ അംഗബലം കൊണ്ടൊരു പാവപ്പെട്ട മനുഷ്യനെയാണ് ആ ചെയ്തത്. എന്നിട്ട് മാറിയിരുന്നിട്ട് രോധിക്കുകയും കരയുകയും ചെയ്യുന്നത് നീയൊക്കെ തന്നെയാണ്. BJPക്ക് നിങ്ങൾ വോട്ട് ചെയ്താലും വോട്ട് ചെയ്തില്ലെങ്കിൽ അവർക്കൊരു ചുക്കുമില്ല. അവർക്ക് ഈ രാജ്യം ഭരിക്കാനും അറിയാം, തുറന്ന് ഭരിക്കാനും അവർക്കറിയാം, വോട്ട് എങ്ങനെ നേടണമെന്നും അവർക്കറിയാം. നിനക്കൊക്കെ വേണമെങ്കിൽ മുഖ്യധാരയിലിട്ട് വാ, അല്ലെങ്കിൽ നീയൊക്കെയായി നിൻ്റെയൊക്കെ പാടായി. ഇന്ന് ലോകത്തിന് മൊത്തം നിങ്ങളുടെ ഒരു കൂട്ടരുടെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു കൂട്ടരുടെ തനിക്കുണം എന്താണ് എന്ന് എല്ലാവർക്കും നന്നായിട്ട് വ്യക്തമായിട്ട് അറിയാം. അത് കൂടുതൽ നിങ്ങൾ ഓരോ ദിവസം കഴിയുമ്പോഴും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വിവരക്കേട് എന്നല്ലാതെ ഇതിന് കൂടുതലൊന്നും പറയാനില്ല. നിങ്ങളിലേക്ക് തന്നെ സ്വയം ചുരുങ്ങി ഓരം പറ്റിപ്പോവുകയാണ്. നഷ്ടം നിങ്ങൾക്ക് മാത്രമായിരിക്കും. ഇവിടെ നരേന്ദ്രമോദിക്ക് BJPക്കോ സംഘപരിവാറിനോ RSSനൊന്നും ഒരു നഷ്ടം ഉണ്ടാവില്ലടാ മുതലുകളെ. നീയൊക്കെ അത് അറിയാനും പഠിക്കാനും പോണതേ ഉള്ളൂ.